എന്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു നമ്മുടെ ബലവും നമ്മുടെ കീർത്തനവും അല്ലെ, നമ്മുടെ സാൽവേഷനും നമ്മുടെ ഷീൽഡും ആണെങ്കിൽ പിശാചിനെ പറ്റി നമ്മൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, പിശാചിനെ പറ്റി ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. യേശുവാണ് നമ്മുടെ ബലം എന്നെങ്കിൽ, നമ്മുടെ ശക്തിയെങ്കിൽ അല്ലെ, നമ്മുടെ ജീവിതം യേശുവിൽ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതം യേശു നമ്മൾ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ പിന്നെ പിശാച് എന്തൊക്കെയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. നമ്മൾ യുദ്ധത്തെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, യേശു നമ്മളുടെ കാര്യം നോക്കിക്കോളും അല്ലെ. അപ്പോൾ പിശാചിനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ ഭയങ്കര മോശപ്പെട്ട രീതിയിലുള്ള ഒരു ആൾ അല്ല, ഭയങ്കര മോശപ്പെട്ട സ്വഭാവമുള്ളവൻ. മനുഷ്യവർഗത്തെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, മനുഷ്യവർഗത്തെ നശിപ്പിക്കണം എന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള സകല കരുനീക്കങ്ങളും പിശാച് ചെയ്തുകൊണ്ടിരിക്കും. പലരു വഴിയും പല രീതിയിലും നമ്മൾ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ യേശുവിൽ നിന്ന് മാറിപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിലേക്കായി പോകുമല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ പ്രോബ്ലത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ പയ്യെ നമ്മുടെ ശ്രദ്ധ യേശുവിൽ നിന്ന് മാറ്റി നമ്മൾ പിശാചിന്റെ വഴിയിലേക്കായി പോകും. നമ്മൾ അറിയാതെ അല്ലെ, നമ്മൾ ദൈവത്തെ വെറുക്കാനും ദൈവത്തെ ഡൗട്ട് ചെയ്യും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കായി പോയി കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകലത്തിലായി പോകും. പക്ഷെ ദൈവം എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ജീവിതത്തെ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാണെങ്കിൽ യേശു നമ്മുടെ എന്താ പറയുക ജീവിതം നോക്കിക്കൊള്ളും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള നമ്മുടെ ഹൃദയത്തിനുള്ളിൽ യേശുവിൻ്റെ സമാധാനം കൊണ്ട് നിറയും അല്ലെ. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് നമുക്കുണ്ടായിരിക്കും, സമാധാന സന്തോഷമുള്ള ഒരു സ്പിരിറ്റ് നമുക്കുണ്ടായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെ, പിശാച് കൊണ്ടിരുന്ന എന്താ പറയുക അവന്റെ വർക്കിനെതിരായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും എല്ലാം ഒരു എന്താ പറയുക മനസ്സമാധാനം ഉണ്ടായിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ അധികം കലക്കം ഉണ്ടാകത്തില്ല. അപ്പൊ അതാണ് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു മനസ്സമാധാനം ഉള്ളൊരു ഹൃദയം അല്ലെ. നമ്മൾ മനസ്സമാധാനമുള്ള ഒരു വ്യക്തികളാണെങ്കിൽ, മനസ്സമാധാനം പിന്നെ എന്താ പറയുക ഒരു സൗമ്യത അല്ലെ, മനസ്സമാധാനമുള്ള ഹൃദയം തന്നെ ഉള്ളതാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം സന്തോഷം ഉണ്ടെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗമ്യത വരും അല്ലെ. നമ്മൾ വേറെ കാര്യങ്ങളുമായിട്ട് എന്താ പറയുക അതിനായിട്ട് ഇങ്ങനെ മിക്കവാറും ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വെച്ചാൽ അവർക്ക് മനസ്സമാധാനമില്ല എന്നുള്ളതുകൊണ്ടല്ല. അപ്പൊ ഒരു സൗമ്യതയുള്ള ഒരു ഹൃദയത്തിനുടമയായിരിക്കും നമ്മൾ യേശുവിന്റെ കൂടെയാണെങ്കിൽ, യേശുവിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുക സൗമ്യത ഉള്ള മനുഷ്യർ അല്ലെ, അവര് ഭൂമിയെ അവരുടെ അവകാശമായിട്ട് എടുക്കും, അവർക്ക് കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് സംസാരിക്കാം. ഈ സമയത്ത് നന്ദി പറഞ്ഞു കർത്താവ്, അങ്ങനെ പോലെ ദൈവമില്ല, അങ്ങനെ സ്നേഹം പോലും സ്നേഹവുമില്ല കർത്താവ്. താങ്ക് യു സോ മച്ച് ഗോഡ്. ഞങ്ങൾക്ക് കർത്താവ് സമാധാന സന്തോഷവും നന്ദി പറഞ്ഞു കർത്താവ്. അങ്ങാണ് ഞങ്ങളുടെ സമാധാനം, അങ്ങാണ് ഞങ്ങളുടെ സന്തോഷം. താങ്ക് യു എന്റെ പ്രൈസ് ജീസസ് മാസ്റ്റർ ഗോഡ്. കർത്താവെ ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നെ നന്ദി പറഞ്ഞു, പിതാവെ അങ്ങനെ സ്നേഹത്തെ നന്ദി പറഞ്ഞു. താങ്ക് യു സോ മച്ച് ജീസസ് നെയിം, ആമേൻ. അപ്പൊ മത്തായി സുവിശേഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 5-ാമത്തെ ചാപ്റ്റർ 3 തൊട്ട് 11 വരെയുള്ള വാക്കുകൾക്ക് പറയുന്ന പേരാണ് ബിയാറ്റിറ്റ്യൂഡ്. ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, പെട്ടവർ എന്നല്ല, അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥ അല്ലെ. ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടുന്നവരായിരിക്കും എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി പറയണം. അപ്പൊ നമ്മളത് എന്താ പറയുക ഒന്ന് വായിക്കുവാണെങ്കിൽ 3 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. 1-2 വാക്കുകൾ വായിക്കുവാണെങ്കിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ സങ്കടപ്പെടുക, നമ്മുടെ പ്രശ്നങ്ങളെ പറ്റി ഓർത്ത് സങ്കടപ്പെടുന്നതിനെ പറ്റിയല്ല പറയുന്നത്, പാപത്തെ പറ്റി ഓർത്തില്ല, സമൂഹത്തിന്റെ പാവത്തെ പറ്റി ഓർത്ത്, നമ്മളുടെ പാവത്തെ പറ്റി ഓർത്ത്, അങ്ങനെ സമൂഹത്തിന്റെ നടക്കുന്ന കൊള്ളവ്യാധികളെ കണ്ടു കഴിയുമ്പോൾ അങ്ങനെയുള്ള ഒരു സങ്കടം അല്ലെ. അങ്ങനെയുള്ളവര് അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, കാരണം അവർക്ക് ആശ്വാസം ലഭിക്കുന്നതിന്. സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വിശക്കുന്ന ഭാഗ്യവാന്മാർ. അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങള് ദൈവം പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ 3 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ നമ്മൾ വായിക്കുവാണെങ്കിൽ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓരോ
ഒരു വ്യക്തിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ. ഈ വ്യക്തിക്ക് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അയാൾക്ക് സൗമ്യതയുള്ള ഹൃദയമുള്ളവരാണെങ്കിൽ ആ വ്യക്തി ഭാഗ്യവാനായിരിക്കും. അവന് ഭൂമി അവകാശമായിട്ട് കിട്ടും. എന്താ പറയുന്നത്, ആത്മാവിൽ ദരിദ്രനായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗത്തിന്റെ രാജ്യം ആയിരിക്കും. കരുണയുള്ളവനാണെങ്കിൽ എന്താ പറയുന്നത്, അവർക്ക് കരുണ ലഭിക്കുക തന്നെ ചെയ്യും. ഹൃദയം ശുദ്ധിയുള്ളവർ. അപ്പൊ അങ്ങനെയാകുമ്പോ പറയുന്നത് ഒരു വ്യക്തിയുടെ വാല്യൂവിനെ പറ്റിയാണ്, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇങ്ങനെ സ്വഭാവമുള്ളവർ, കരുണയുള്ള മനുഷ്യർ, സൗമ്യതയുള്ള വ്യക്തികൾ, ഹൃദയം എന്താ പറയുക പരിശുദ്ധമായിരിക്കുന്നവർ, അങ്ങനെയുള്ളതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, വ്യക്തികളുടെ സ്വഭാവത്തെ പറ്റി. അപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡീപ്പായിട്ട് വായിക്കുമ്പോൾ കുറേ കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ എന്താ പറയുക ഹെൽപ്പോട് കൂടി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഈ വാക്കുകൾ മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇത് ദൈവം പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയെ പറ്റിയാണ്. ഇതെല്ലാം ഫിറ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാവ് ദരിദ്രനായിരുന്ന ഒരു വ്യക്തിയെ, പാപങ്ങളെ ഓർത്ത് ദുഃഖിച്ച ഒരു വ്യക്തി, സൗമ്യതയുള്ള ഒരു വ്യക്തി അല്ല, കരുണയുള്ളവർ, ഹൃദയത്തിനും പരിശുദ്ധിയുള്ളവർ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ 11 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അതിനുള്ള നീതിക്കും ന്യായത്തിനും വേണ്ടി എന്താ പറയാ വിതുമ്പിയ ഒരു വ്യക്തി അല്ലെ, ഹൃദയം നുറുങ്ങിയ ഒരു വ്യക്തി, അതൊക്കെ ആരാണ്? ആ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് യേശുക്രിസ്തു അല്ലെ. ഇവിടെ ദൈവം നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബിയാറ്റിറ്റ്യൂഡ് എന്നുള്ള പേരിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും എന്നുള്ള പേരിൽ കാണിച്ചു തന്നിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം പറയുവാണ്, നിങ്ങള് യേശുവിനെ പോലെ ആയിരിക്കുവാണെങ്കിൽ, യേശുവിന്റെ സ്വഭാവം പോലത്തെ, യേശുവിന്റെ ഹൃദയവും മനസ്സും പോലുള്ളവരുള്ള ആണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, റോമർ 8-ാമത്തെ ചാപ്റ്ററിലൊക്കെ ദൈവം എങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ആഗ്രഹം, നമ്മളെ പറ്റിയുള്ള ആഗ്രഹം തന്റെ മകനെ പോലെ ആയി തീരുക എന്നുള്ളതാണ്. അപ്പൊ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റേഴ്സ് എല്ലാം പറയുന്നത് വചനം, ദൈവത്തിന്റെ വചനം അല്ലെ. സ്ക്രിപ്റ്റേഴ്സ് യേശു പറഞ്ഞത് ഓൾഡ് ടെസ്റ്റ്മെന്റിനെ പറ്റിയാണ്. അപ്പൊ അത് പറയുന്നത് എന്നെ പറ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ പറ്റിയാണ്. അപ്പൊ യേശുവിനെ പോലെ നമ്മളായി തീരുക, യേശുവിന്റെ വഴി കൊണ്ട് നമ്മൾ നടക്കും. അതാണ് പിതാവിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമെങ്കിൽ യേശുവിന്റെ സ്വഭാവമുള്ളവരായിരിക്കും, യേശുവിനെ പോലെ സൗമ്യനായിരിക്കും, യേശുവിനെ പോലെ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കും, യേശുവിനെ പോലെ സമാധാനം ഉണ്ടാക്കുന്നവർ ആയിരിക്കും, യേശുവിനെ പോലെ എന്താ പറയാ സ്വർഗത്തിൽ എന്താ പറയണ പാപം കണ്ടിട്ട് ദുഃഖിക്കുന്നവരായിരിക്കും, പാപത്തിന് പരിഹാരമായിട്ട് ലോകത്തില് എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കണം എന്നുള്ള ഹൃദയമുള്ളവരായിരിക്കും. അങ്ങനെ ഉള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികളാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ചുരുക്കം പറഞ്ഞാൽ യേശുവിനെ പോലെ ആയിത്തീരുക, പയ്യെ യേശുവിന്റെ. അപ്പൊ നമുക്കറിയാം, കൊരിന്ത്യർക്കൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, പോൾ വഴി ദൈവം കൊരിന്ത്യർക്ക് ചർച്ചിലേക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഓരോ ദിവസവും അവനിലേക്ക് നോക്കുമ്പോൾ, അവര് ഗ്ലോറിയിലേക്ക് നോക്കുമ്പോൾ അല്ലെ, ഓരോ ദിവസവും നമ്മൾ 1 ഡിഗ്രി ഗ്ലോറിയിൽ നിന്ന് അടുത്ത ഡിഗ്രി ഗ്ലോറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്ന് വെച്ചാൽ, നമ്മൾ യേശുവിൽ വളരുമ്പോൾ നമ്മൾക്ക് അവന്റെ സ്വഭാവം നമ്മളിലേക്ക് പയ്യെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ മോസസിനെ പറ്റി പറയുവാണെങ്കിൽ, മോസസിനെ പോലെ താഴ്മയുള്ള ഹൃദയമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നത്. കാര്യം എന്താ, അതെങ്ങനെയാണ് താഴ്മയുള്ള ഹൃദയം മോസസിന് ഉണ്ടായത്? ദൈവത്തിന്റെ ഒപ്പമായിരുന്നു എപ്പോഴും അല്ലെ. ദൈവത്തിന്റെ ഒപ്പം ഇരുന്ന് ദൈവത്തിനോട് സംസാരിച്ച് 40 ദിവസമൊക്കെ ദൈവത്തിന്റെ കൂടെ ഒരു ഒറ്റയടിക്ക് ഇരിക്കും എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയൊക്കെ ആകുമ്പോ എന്താ പറയുക, അത് ഫാസ്റ്റിംഗ് പ്രേയർ പോലെ അല്ലേ. മോസസ് ഒന്നും കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, ഭക്ഷണമൊന്നും കഴിച്ചില്ല, അപ്പൊ ദൈവത്തിന്റെ ഒപ്പമായിരിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോ ദൈവത്തിന്റെ സ്വഭാവം നമ്മൾക്ക് കിട്ടുക ചെയ്യുന്നത്, നമ്മള് ദൈവത്തെ പോലെ ആയിത്തീരും, യേശുവിനെ പോലെ ആയിത്തീരുക ചെയ്യും. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ അങ്ങനെയുള്ള വ്യക്തികൾ ഭാഗ്യവാന്മാർ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട, ഭാഗ്യവാൻ എന്നുള്ള പേരല്ലാതെ അനുഗ്രഹിക്കപ്പെട്ടവർ അല്ലെ, ബ്ലെസ്ഡ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഈ 5-ാമത്തെ വാക്കിനെ പറ്റിയാണ്. ഈ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ ചാപ്റ്ററിന്റെ 5-ാമത്തെ വാക്കിനെ പറ്റിയാണ് പറയാനുള്ളത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവ ഭൂമിയെ അവകാശമാക്കും അല്ലെ. അപ്പൊ നേരത്തെ പറഞ്ഞ് ദുഃഖിക്കുന്ന ഭാഗ്യന്മാർ, ആത്മാവിനെതിരായിരിക്കുന്ന ഭാഗ്യന്മാർ, നീതിയും കരുണയുള്ള ഭാഗ്യന്മാർ, വന്മാർ, പിന്നെ ഹൃദയത്തിന് പരിശുദ്ധിയുള്ള ഭാഗ്യന്മാർ, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 തൊട്ട് 11 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ ചാപ്റ്ററിൽ. ഇവിടെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്നുള്ള വാക്കിനെ പറ്റിയാണ്. സൗമ്യതയുള്ളവർ എന്ന് പറയുമ്പോൾ മീക്ക് എന്നൊരു വാക്കാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്. മീക്ക് എന്ന് പറയുമ്പോൾ, സൗമ്യത എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, എന്താ പറയണേ, മറ്റുള്ളവരെ പറയുന്നത് എന്ത് കേട്ട് അല്ലെ. മീക്ക് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലേക്ക് അത് നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ, ഒത്തിരി വീക്ക് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, ശക്തി കുറഞ്ഞ ആൾക്കാർ എന്ന് പറയുമ്പോൾ
ശരിക്കും പറഞ്ഞാല് അത് ഇങ്ങനെ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാല് അല്ല അതുകൊണ്ടുള്ള അർത്ഥമാക്കുന്നത് വെച്ചാൽ സൗമ്യത എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെച്ചാല് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാര്, എന്താ പറയുക വീക്കായിട്ട് ഒത്തിരി വീക്കായിട്ടുള്ള ആൾക്കാര്, ആം, അത് അങ്ങനെയല്ല അത് ഉദ്ദേശിക്കുന്നത് അല്ലെ. മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. നമ്മുടെ ഡോർമാറ്റായിട്ട് ചവിട്ടിയായിട്ടല്ല, വീടിന്റെ മുമ്പിലിട്ടിരിക്കുന്ന വാതിലിന് മുമ്പിലിരിക്കുന്ന ചവിട്ടിയായിട്ട് അങ്ങനെയുള്ള വ്യക്തികളെ പറ്റിയല്ല പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികള് ഭൂമിക്ക് അവകാശമാകും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സൗമ്യത ഉള്ളവർ എന്ന് പറയുമ്പോൾ, അല്ലെ മീക്ക് എന്ന് ഉള്ള പറയുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, താങ്കൾക്ക് ശക്തിയുണ്ട്, എന്താ പറയണേ, പവറുണ്ട്, എല്ലാ വിധത്തിലുള്ള എബിലിറ്റീസും ഉണ്ട്. പക്ഷേ എന്നാലും ആവശ്യമില്ലാത്ത എന്താ പറയണേ ഫൈറ്റിങ്ങിന് പോകാതിരിക്കുന്ന വ്യക്തികൾ, തനിക്ക് തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വർക്ക് ഫിനിഷ് ആക്കുക, അങ്ങനെ ഒരു സ്വഭാവമുള്ള ആ വ്യക്തി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാതിരിക്കുക, ആവശ്യമില്ലാത്ത ഫൈറ്റിങ്ങിൽ ഇടപെടാതിരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്താ പറയണേ, ഒരു ഫൈറ്റ് വന്നെങ്കിൽ പോലും അത് വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാർ അല്ലെ, തങ്ങൾക്ക് ചെയ്യാനുള്ള അസൈൻമെന്റ് മാത്രം ചെയ്യുക. അങ്ങനെ വരുന്ന ആൾക്കാരാണ് എന്താ പറയണേ മീക്കായിട്ടുള്ള ആൾക്കാർ, സൗമ്യത ഉള്ളവർ. ശരിക്കും പറഞ്ഞാല് പിശാച് കൊണ്ടുവരുന്ന വാറിന്, അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും കൊണ്ടുവരുന്ന വാറിന് അതിനെതിരായിട്ടുള്ള എല്ലാ വെപ്പൺസും ഉണ്ട് കയ്യിൽ. പക്ഷെ അത് എടുത്ത് ഉപയോഗിക്കാൻ താല്പര്യമില്ല. കാരണം അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേറെയുണ്ട് അല്ലെ. അങ്ങനെയുള്ള ആൾക്കാരിന് സൗമ്യത ഉള്ളവർ എന്ന് പറയുന്നത്. മറ്റുള്ളവർ പറയുന്നത് കേട്ടോണ്ട് മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം. അങ്ങനെയല്ല അതിന്റെ സൗമ്യത എന്നുള്ള വാക്കുകൊണ്ടുള്ള എന്താ പറയുക അർത്ഥം. ബാക്കിയുള്ള വിധത്തിലൊക്കെ പറയുകയും ഗോസിപ്പ് പറയുകയും ക്രിക്കറ്റ് കുത്തുകയും ചെയ്യുമ്പോൾ കരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ അതിനെപ്പറ്റിയല്ല പറയുന്നത്. പക്ഷെ താൻ തൻ്റെ കാര്യം നോക്കൂ അല്ലെ. ബാക്കി എന്തൊക്കെ തനിക്കെതിരായിട്ട് വന്നെന്ന് പറഞ്ഞാലും അതിനെപ്പറ്റി മൈൻഡ് ചെയ്യാതിരിക്കുക. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യേശുവിന്റെ സ്വഭാവത്തെയാണ് ഇത് കാണിക്കുന്നത് എങ്കിൽ യേശുവിനെ പറ്റി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും അല്ലെ. യേശുവിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരീശന്മാരും ശാസ്ത്രിമാരും ബാക്കിയുള്ള റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നു അല്ലെ. മഗ്ദലന മറിയനെ, ഏതോ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്, മഗ്ദലന മറിയ അന്ന് നമുക്ക് അവത്തിൽ എഴുതി വെച്ചിട്ടില്ല, ഏതോ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടുവരുന്ന യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി, തലങ്ങും വിലങ്ങും പരീക്ഷിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിശാച് ജൂഡാസ് ഇസ്കാരിയോട്ട് വഴി യേശുവിനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പിശാച് ഡയറക്റ്റ്ലി വന്ന് ടെംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ പിന്നെ റോമൻ സോൾജേഴ്സ് അറസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം നടന്നിട്ടും യേശുവിന് ഇവർ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു കുലുക്കവും ഇല്ല അല്ലെ. കാരണം യേശുവിനറിയാം, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ വർക്ക് വേറെയാണ്. ഞാൻ ഇവിടെ വന്നതിന്റെ, ഈ ലോകത്തിലേക്ക് വന്നതിന്റെ കാര്യം, അതിന്റെ ഉദ്ദേശവും വേറെയാണ്. ഇവരെന്തൊക്കെ ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, പരീശന്മാരും ശാസ്ത്രിമാരും എന്തൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, മെശയല്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും, കൊല്ലണം എന്നവർ കിടന്ന് ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും എനിക്കതിൽ കാര്യമില്ല അല്ലെ. ഉദാഹരണമായിട്ട് പറഞ്ഞ മത്തായി സുവിശേഷം 26-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 52 തൊട്ടുള്ള വാക്കുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാലും 52 തൊട്ട് 54 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, യേശുവിനെ അറസ്റ്റ് ചെയ്ത അന്ന് രാത്രി അല്ലെ, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സോൾജേഴ്സ് വരുന്നു, റോമൻ പടയാളികൾ വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് യേശുവിന്റെ ഒപ്പമുണ്ടായിരുന്ന ശീമോൻ പത്രോസ് തന്റെ ഉറയിൽ നിന്ന് വാളൂരി ആ എന്താ പറയണേ ഹൈ പ്രീസ്റ്റിന്റെ അല്ലെ, മഹാപുരോഹിതന്റെ സേർവനിനെ ചെവി കണ്ടിച്ചു കളയുന്നു. ചെവി കണ്ടിച്ചു കളയുമ്പോ യേശു പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ശരിക്കും പറഞ്ഞാൽ യേശുവിനെ ഒന്ന് വിടുവിക്കുന്നതിന് വേണ്ടി, വിടുവിക്കുന്ന പറഞ്ഞാൽ അപ്പോഴത്തെ ആ ഒരു അറസ്റ്റിൽ നിന്നൊക്കെ ഒന്ന് വിടുവിച്ച് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ശീമോൻ ചെയ്തത്. പക്ഷെ ദൈവം പറഞ്ഞ്, യേശു പറഞ്ഞ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വാളെടുക്കുന്നതുകൊണ്ട് നീ വാളാലേ പോകത്തുള്ളൂ. ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം വേറെ. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന സ്ക്രിപ്റ്റർ, ദൈവത്തിന്റെ വചനം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ അത് തീർക്കാൻ വേണ്ടി, ചെയ്ത് തീർക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇപ്പൊ എന്റെ പിതാവ് 12-നേക്കാളും കൂടുതൽ ലജ്ജോൺ ഉള്ള, അത്രയധികം ലീജിയൻ എന്താ പറയാ, അത്രയും മാലാഖമാർ എനിക്ക് തരും. എനിക്ക് എന്റെ രാജ്യം ഇവിടെ ഉള്ളതല്ല, എനിക്ക് എന്റെ പിതാവ് എന്നെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം വേറെയാണ്.
അല്ലെ. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന പാപത്തിന് വേണ്ടി മരിക്കുന്നുണ്ട്, മനുഷ്യരെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അല്ലെ. സാദുസീസും ഫാരിസീസും അവര് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ എനിക്ക് വേണ്ടി എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു. അതിന് മറുപടി പറയാൻ വന്ന വ്യക്തിയല്ല ഞാൻ, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, സമാധാനപ്രിയനാണ്, എന്താ പറയുക, സൗമ്യത ഉള്ളൊരു വ്യക്തിയാണ്. യേശുവിന്റെ സ്വഭാവം അതാണ്. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ ആയിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ഫൈറ്റിങ് നമ്മൾ തെരഞ്ഞെടുക്കാതിരിക്കുക, അല്ലെ. ആവശ്യമില്ലാത്ത ഫൈറ്റിംഗ് കൊണ്ട് പിശാച് എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മളെ എന്നും ഫൈറ്റ് ചെയ്തുകൊണ്ട് നിർത്തുക. നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അല്ലെ. അസുഖങ്ങളായിട്ട്, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ആകട്ടെ, മറ്റുള്ളവർ വഴി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാകട്ടെ, അങ്ങനെ എന്തുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള ഇല്ലാത്തമായ കാര്യങ്ങൾ കൊണ്ടുവന്നിടുക. ആവശ്യമുള്ള കാര്യം കൊണ്ടുവരത്തില്ലല്ലോ, ഇല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരത്തുള്ളൂ. അപ്പൊ എന്നും പ്രശ്നങ്ങളിലാക്കി നിർത്തുക നമ്മളെ. അതാണ് സൈറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ യേശു നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന്റെ പുറകെ പോകാതിരിക്കുക. നിങ്ങളിൽ ഒരു 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 എന്താ പറയാ, ഒരു യുദ്ധം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അല്ലെ. സ്പിരിച്വൽ ആയിട്ടുള്ള യുദ്ധം നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. സ്പിരിച്വൽ ആയിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ സാൽവേഷൻ, നമ്മളുടെ സാൽവേഷൻ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, അല്ലെ. അതിനെതിരായിട്ട് പിശാച് വരുന്ന കാര്യങ്ങൾ, അതിനെയെല്ലാം തകർത്ത് കളയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തു നിന്ന് പാപികളായിട്ടുള്ള വ്യക്തികളെ യേശുവിന്റെ കിങ്ഡത്തിലേക്ക് കൊണ്ടുവന്നുള്ള അതൊരു യുദ്ധം തന്നെയാണത്, അല്ല, അതൊരു ഫൈറ്റിംഗ് തന്നെയാണ്. എന്താ പറയുക, ഇറിറ്റന്റ് ആത്മാക്കളുമായിട്ട് അതിന് നമ്മളെതിരായിട്ട് ഫൈറ്റ് ചെയ്യണം, നിൽക്കേണ്ട കാര്യമുണ്ട്. അല്ലാതെ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ മാറുകയാണെങ്കിൽ, ഗോസിപ്പ് നമ്മളെ പറ്റി പറയുക, അതിന് ചെവി കൊടുക്കാൻ പോവുകയാണെങ്കിൽ, അല്ലെ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് ദുഷിച്ച് സംസാരിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ആവശ്യമില്ലാതെ നമ്മുടെ ശ്രദ്ധ പോവുകയാണെങ്കിൽ, റിയൽ ആയിട്ടുള്ള ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവത്തില്ല. അതാണ് സൈറ്റിന് വേണ്ടത്, അല്ലെ. റിയൽ ആയിട്ടുള്ള ഫൈറ്റ് നമ്മൾ ഫൈറ്റ് ചെയ്യാതിരിക്കുക. നമ്മുടെ ആത്മാവിനെ എങ്ങനെയെങ്കിലും എന്താ പറയുക, പോള് പറഞ്ഞ പോലെ, പൗലോസ് പറഞ്ഞ പോലെ, എന്റെ മുമ്പിൽ ഒരു വർക്ക് വെച്ചിട്ടുണ്ട്, എനിക്കൊരു ഓട്ടവുമുണ്ട്, അല്ലെ, തയ്ക്കാനുണ്ട്, രണ്ടുമുണ്ട്. എനിക്ക് എന്റെ ഞാൻ ജീവിതത്തിന്റെ ഓട്ടം തയ്ക്കാനുണ്ട്, എനിക്ക് യേശുവിലെത്തിപ്പെട്ടേ പറ്റത്തുള്ളൂ. എന്റെ മുമ്പിൽ ദൈവം എനിക്ക് ഒരു വർക്കും വെച്ചിട്ടുണ്ട്, സാൽവേഷൻ, അല്ലെ, ആൾക്കാരെ ദൈവത്തിന്റെ കിങ്ഡത്തിൽ കൊണ്ടുവന്നു. അത് രണ്ടും എനിക്ക് തീർത്തേ പറ്റത്തുള്ളൂ. അപ്പൊ രണ്ടിനും എതിരായിട്ട് പിശാച് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എഫേസ്യർക്ക് ലേഖനത്തിലേക്ക് പോകുമ്പോൾ 6ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾക്ക് ജഡരക്തങ്ങളോടുള്ള ഫൈറ്റ് ഉള്ളത്, അല്ലെ. അവിടെ ഒരു യുദ്ധമുള്ളത്, നമുക്ക് യുദ്ധമുണ്ട്, പോരാട്ടമുണ്ട്, അത് ഉറപ്പാണ്, അല്ലെ. സൈറ്റൻ നമുക്ക് എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നമ്മളെ എങ്ങനെയും യേശുവിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ യുദ്ധത്തിന്, ആ പോരാട്ടത്തിനുള്ള ശക്തി കുറയ്ക്കുക എന്നുള്ളതാണ് ഇവന്റെ പരിപാടി. അതിനുവേണ്ടി ഇവൻ പലരെ ഉപയോഗിക്കും, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ ഉപയോഗിക്കും, നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഉപയോഗിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെയും ഹസ്ബൻഡിനെയും വൈഫിനെയും എല്ലാവരും ഉപയോഗിക്കും, അല്ലെ. പലതരത്തിലുള്ള അസുഖങ്ങളായിട്ട്, പ്രശ്നങ്ങളായിട്ട്, കുടുംബത്തിലെ പ്രശ്നങ്ങളായിട്ട്, അങ്ങനെ ഓരോന്നിട്ട്, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളായിട്ട്, ഓരോ രീതിയിൽ ഈ സൈറ്റിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആവശ്യമില്ലാതെ എന്താ പറയുക, യുദ്ധങ്ങളൊന്നും ഏറ്റെടുക്കാൻ പോകാതിരിക്കുക. വന്ന കാര്യം തീർത്തിട്ട് പോകുക, അല്ലെ. നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തീർക്കുക. അപ്പൊ അങ്ങനെ ആവശ്യമില്ലാത്ത ഫൈറ്റിങ്ങിന് പോകാതിരിക്കുക. അങ്ങനെയുള്ളവരാണ് സാമ്യതയുള്ളത്. അപ്പൊ ഈ നമ്മളോട് നാട്ടിലെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചുറ്റോടിയിട്ട് നമ്മൾ കാണുന്ന ഒരു വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭൂമിയെ അവകാശമാക്കുക എന്ന് പറയുമ്പോൾ അത് അടിയും ബഹളം ഉണ്ടാക്കിയിട്ട് വായിക്കുക, അല്ലെ. വാക്ക് കുറെ സംസാരിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ, കുറെ അധികം ഷോ കാണിക്കാൻ പറ്റുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ശക്തി കാണിക്കാൻ പറ്റുന്നവർ, പണത്തിന്റെ മിടുക്ക് കാണിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അവർക്കാണ് ജയം എന്നാണ് നമ്മളുടെ വിചാരം. പക്ഷെ ദൈവം അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ സൗമ്യതയുള്ള ഹൃദയമുള്ളവരാണെങ്കിൽ, നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, പത്രോസിലും ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, അല്ലെ. 1 പത്രോസിന്റെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരും, 3-4 വാക്കുകളിലേക്ക് വയ്ക്കുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞു, സൗമ്യതയുള്ള ഹൃദയം, അല്ലെ. അങ്ങനെ എന്താ പറയണേ, സൗമ്യത, സമാധാനമുള്ള മനസ്സുള്ളവര്, അതാണ് ദൈവത്തിന് താല്പര്യം, അല്ലെ. ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുന്ന ആൾക്കാർ ദൈവത്തിന് താല്പര്യം. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ആൾക്കാരെയാണ് ദൈവത്തിന് താല്പര്യം, അല്ലെ. അപ്പൊ എങ്ങനെയാണ് സൗമ്യത വരുന്നത്? നമുക്ക് എങ്ങനെയാണ് സൗമ്യത ഉണ്ടാകാൻ സാധിക്കുന്നത്? മനുഷ്യരെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, അല്ലെ. ദൈവത്തിന്റെ കൂടെ നടക്കണമെങ്കിൽ മനുഷ്യന്റേതായിട്ടുള്ള സ്വഭാവം വെച്ച് നടത്തി കഴിഞ്ഞാൽ മനുഷ്യന്റേതായിട്ടുള്ള ശക്തിയിൽ നമുക്ക് പറ്റത്തില്ല. അത് നമ്മൾ എന്നും മനസ്സിലാക്കിയ, ദൈവത്തിന്റെ കൃപയില്ലാതെ, ദൈവത്തിന്റെ ശക്തിയില്ലാതെ നമുക്ക് സാധിക്കത്തില്ല ദൈവത്തിന്റെ ഒപ്പം നടക്കുന്നതിന് വേണ്ടി, അല്ലെ. അപ്പൊ സൗമ്യത ഉള്ളവരായിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ കൂടിയേ പറ്റത്തുള്ളൂ. അപ്പൊ യേശു അതിനെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്,
നമ്മളുടെ ജീവിതത്തിൽ യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുക. ദൈവം പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങ് ജീവിക്കുക. ദൈവം പറയുന്നതിന്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യാതിരിക്കുക. ദൈവത്തിന്റെ ഒരുപാട് അടുത്തായിരിക്കും, ദൈവത്തിന്റെ ഹൃദയത്തോട് അടുത്തായിരിക്കട്ടെ നമ്മുടെ സ്ഥാനം, അല്ലെ? നമ്മൾ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കട്ടെ, ഒരുപാട് സംസാരിക്കുന്നവരായിരിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവരായിരിക്കട്ടെ, ബൈബിൾ വായിക്കുന്നവരായിരിക്കട്ടെ. ബൈബിൾ വഴിയെല്ലാം ദൈവം, ബൈബിൾ വേർഡ്സ് വഴിയെല്ലാം ദൈവം, വചനം വഴിയെല്ലാം ദൈവം ഒരുപാട് സംസാരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരായിരിക്കട്ടെ. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവം പറയുന്നത് കേട്ടുകൊണ്ട് മാത്രം ജീവിക്കുന്നവരാകുമ്പോ, ദൈവത്തിൽ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു ജീവിതം ജീവിക്കുന്ന വ്യക്തികളാകുമ്പോൾ എന്താ പറയുക, അവര് ഓട്ടോമാറ്റിക്കലി സൗമ്യത ഉള്ളവരായിരിക്കും. കാരണം ദൈവം ആവശ്യമില്ലാതെ പ്രശ്നത്തിനൊന്നും പോകണമെന്നും പറയത്തില്ല നമ്മളോട്. ആരെങ്കിലും ഇങ്ങോട്ട് എന്താ പറയാ വഴക്കടിക്കാൻ വന്നാലും ഒന്നും പോരെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാല്, ശത്രുവിനെ കൂടെ സ്നേഹിക്കാനാ പറഞ്ഞിരിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനത്തിന്റെ 12ാമത്തെ ചാപ്റ്ററിലേക്ക് 20ാമത്തെ വാക്ക് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനത്തിന്റെ 12ാമത്തെ ചാപ്റ്ററിന്റെ 20ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കും, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. മത്തായിക്ക് സുവിശേഷം തന്നെ 5ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, അല്ലെ? നിന്നെ ശപിക്കുന്നവനെ നീ എന്താ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുക. എന്തിനാ അങ്ങനെ പറഞ്ഞിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അവര് ചെയ്യുന്നത്, ഈ ശത്രുക്കൾ നമ്മളോട് ചെയ്യുന്നത്, നമ്മളെ ദ്രോഹിക്കാൻ ചെയ്ത് അത് ദൈവം അംഗീകരിക്കുമെന്നു അതല്ല എൻ്റെ ഉദ്ദേശം. എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മനസ്സമാധാനത്തെ പറ്റിയ ദൈവം വിചാരിക്കുന്നത്, അല്ലെ? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, നമ്മൾ ശത്രു നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോ, നമ്മൾ ദൈവത്തിന്റെ വഴി കൂടെ നടക്കണം. ദൈവത്തിന്റെ വഴി ആ മറ്റേ വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അത് നമ്മളെ തന്നെ അപ്പൊ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ദൈവത്തിന്റെ കൃപ വേണം. ആ ദൈവത്തിന്റെ കൃപ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ദൈവത്തിലേക്ക് സബ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് തന്നെ അടിയറവ് വെച്ചേ പറ്റത്തുള്ളൂ ദൈവത്തിൽ, അല്ലെ? അപ്പൊ അതിനെപ്പറ്റി യേശു പറഞ്ഞിരിക്കുന്നു ഇവിടെ. അപ്പൊ ദൈവം പറയുന്നത് കേട്ട് നടക്കും നമുക്ക് എന്താ പറയാ, ഒരു സൗമ്യത നമ്മുടെ ജീവിതത്തിലേക്ക്. അങ്ങനെ സൗമ്യതയുള്ള വ്യക്തികൾ ഭൂമി അവകാശമാവും. ഭൂമി അവകാശമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോ തന്റെ എന്താ പറയുക, യേശുവിന്റെ കൂടെയുള്ളവർ വരുമ്പോ, അല്ലെ, ഉയർത്തെഴുന്നേറ്റ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കൂടെ വരുമ്പോൾ നമ്മളും അവരെ കൂട്ടത്തുണ്ടാവും. ഭൂമിയിലേക്കാണ് യേശു വരുന്നത്, ഭൂമിനെ ഭരിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്, അല്ലെ? അപ്പൊ നമ്മളും അതിന്റെ കൂടെ ഉണ്ടായിരിക്കും, അല്ലെ? ഇപ്പൊ ഈ ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ശക്തിയുള്ള വ്യക്തികൾ, കൈമിടിപ്പുള്ള ഉള്ള ആൾക്കാരല്ല, പണക്കൂടുതലുള്ളവരാണ് എന്താ പറയുക ഭൂമി അവകാശമാകുന്നതാണ് എന്നാണ് ലോകത്തിന്റെ പരമായിട്ടുള്ള ചിന്താഗതി. പക്ഷെ അങ്ങനെയല്ല, സൗമ്യതയുള്ളവർക്കാണ് എന്താ പറയുന്നത് ഭൂമി അവകാശമായി കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഡേവിഡിനെ പറ്റി എടുക്കുവാണെങ്കിൽ, ഡേവിഡിന്റെ സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേവിഡിന് പാവം ഉണ്ടായിരുന്നു. ഡേവിഡ് പാവം ചെയ്തു. ഡേവിഡ് സ്വന്തം വഴി കൂടെ നടക്കാൻ ശ്രമിച്ചപ്പോൾ ഡേവിഡ് പാപത്തിലായി. പക്ഷെ ദൈവത്തിന്റെ ഒപ്പമായിരുന്നപ്പോ, ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് മാത്രം നടന്നപ്പോ ഡേവിഡിനുള്ളിൽ അധികം പാപമൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെ? അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് തെറ്റുകളൊക്കെ ഡേവിഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, പക്ഷെ ബേത്ശേബയൊക്കെ ആയിട്ട് ചെയ്ത അതുപോലത്തെ ഭയങ്കര മാസീവായിട്ടുള്ള തെറ്റുകളൊന്നും ഡേവിഡ് അതിന് മുമ്പ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെ? അപ്പൊ ഡേവിഡിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേവിഡ് എന്താ പറയുക, ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഇത്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഫൈറ്റിങ്ങിന് പോകാതിരിക്കുന്നുള്ളൂ. പക്ഷെ അത് ഡേവിഡ് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയാണ്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള ഈ ലോകത്തിലും കൂടെ, അല്ലെ, ഡേവിഡ് ആക്കിയ ഒരു വ്യക്തിയാണ്. അപ്പൊ ഓരോ പ്രാവശ്യം യുദ്ധത്തിന് പോകുമ്പോൾ, ഡേവിഡ് ഒരുപാട് കണ്ടമാനം യുദ്ധം ചെയ്ത വ്യക്തിയാണെന്ന് അറിയാമല്ലോ. അപ്പൊ ഓരോ പ്രാവശ്യം യുദ്ധത്തിന് പോകുമ്പോ, ഞാൻ ഈ യുദ്ധം നയിക്കണമോ, ഫിലിസ്റ്റർക്കെതിരായിട്ട് പോകണമോ, അല്ലെ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഡേവിഡ് ഇങ്ങനെ ചോദിച്ചുകൊണ്ട്, അപ്പൊ ദൈവം പറയും യെസ് എന്ന് പറയുമ്പോഴാണ് ഡേവിഡ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്, അല്ലെ? അപ്പൊ ദൈവത്തിൽ കംപ്ലീറ്റ്ലി സബ്മിറ്റഡ് ആയിട്ടുള്ള ജീവിതമായിരുന്നു ഡേവിഡിന്. പക്ഷെ ഡേവിഡ് അതിൽ നിന്ന് വ്യതിചലിച്ചപ്പോ, അങ്ങനത്തെ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴാണ് ഡേവിഡിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഡേവിഡ് പാപത്തിലേക്ക് ആയി പോയത്, അല്ലെ? അപ്പൊ നമ്മളിപ്പോ 37ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോ നമുക്ക് കാണാൻ പറ്റും ഡേവിഡ് എന്താണ് പറയുന്നത്, എങ്ങനെയുള്ള ജീവിതമായിരിക്കണം നമ്മൾക്കെന്നുള്ളതിനെ പറ്റി ഡേവിഡ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 37ാമത്തെ സങ്കീർത്തനത്തിന്റെ 1 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറയുന്നു: ദുഷ്ടപ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരുടെ അസൂയപ്പെടുകയും വരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്ന. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. നിന്റെ വഴി യഹോവ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെ, നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും.
യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരിക്കുവാൻ അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം ഉപയോഗിക്കുന്നവരെയും കുറിച്ച് നീ മുഷിയരുത്. പിന്നെ ഇപ്പൊ 11ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്നാൽ സൗമ്യതയുള്ളവൻ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. അപ്പൊ ഡേവിഡ് പറഞ്ഞിരിക്കുക വെച്ചാൽ ദുഷ്ടന്മാരെ അവരുടെ ദുഷ്ടത്തരത്തെ ഓർത്ത് പ്രാർത്ഥിക്കരുത്. എന്താ സോറി, അതിനെ ഓർത്ത് മുഷിയരുത്, അതിനെ ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടരുത്. പക്ഷെ നിങ്ങളുടെ ജീവിതം യഹോവയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ജീവിതമാകട്ടെ, അല്ലെ? യഹോവ നയിക്കുന്ന ഒരു ജീവിതമാകട്ടെ. അപ്പൊ അങ്ങനെയാകും നിന്റെ നീതി പ്രഭാതം പോലും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലും പ്രകാശിപ്പിക്കും, അല്ലെ? നമ്മളുടെ ജീവിതം യേശുവിലായിരിക്കുമ്പോൾ നമ്മളുടെ കാര്യം യേശു നോക്കിക്കൊള്ളുമെന്നാണ് ചുരുക്കം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്നാൽ സൗമ്യതയുള്ള ഭൂമി അവകാശമാക്കുന്നു, അല്ലെ, കൈവശപ്പെടുത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗമ്യതയും സമാധാനവും പരമായിട്ടുള്ള ജീവൻ നയിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെ, അങ്ങനെ ഒരു ഹൃദയത്തിന് ഉടമകളാണെങ്കിൽ, യേശുവിനെ പോലെ സ്വഭാവമുള്ളവരാണ്, ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകാത്തവരാണെങ്കിൽ, അല്ലെ, അങ്ങനെയുള്ളവരാണെങ്കിൽ ഭൂമിക്ക് അവകാശമായിരിക്കും. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എന്താ പറയുക ഫൈറ്റുകൾ, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ, അത് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതാണോ അല്ലയോ എന്നറിയണമെങ്കിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ദൈവം നമ്മൾക്കത് മനസ്സിലാക്കി തരണം, അല്ലെ? ബാറ്റിൽ ബിലോങ്സ് ടു ലോർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെതാണ് യുദ്ധം. അത് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ തന്നെയുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുക. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക ഒരു മീക്കായിട്ടുള്ള സ്വഭാവമായിരിക്കും, സൗമ്യതയുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. അപ്പോഴും നമ്മള് ദൈവത്തിനൊപ്പമായിരിക്കും. അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞത്, അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകാതിരിക്കുക. ഒരുപാട് പേര് ദ്രോഹിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കും, അല്ലെ? ഒരുപാട് പേര് പിശാച് ഉപയോഗിക്കും നമ്മുടെ ജീവിതത്തിന് എതിരായിട്ട് നിൽക്കാൻ വേണ്ടി, നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി. പക്ഷെ അതിലൊന്നും വീണ് പോകാതിരിക്കുക. അതിനെപ്പറ്റിയാണ് ദൈവം നമ്മളോട് പറയുന്നത്. അപ്പൊ അങ്ങനൊരു സ്വഭാവമുള്ളവരായിരിക്കട്ടെ നമ്മൾ, ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ പോകാതിരിക്കുന്നവരായിട്ട്. അപ്പൊ അതാണ് എന്റെ ടോപ്പിക്. പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്തെ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങനെ പോലെ ഒരു ദൈവമില്ല. കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെയും കൂടെ കൂട്ടുമെന്നുള്ളതിന് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ സകല ഏരിയയിലും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം, അനുഗ്രഹിക്കുന്ന ദൈവമേ നന്ദി പറയുന്നു. കർത്താവിനെ കേട്ടോണ്ടിരിക്കുന്നവരെ പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇത് കേട്ട ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.